31 മൃതദേഹങ്ങളുടെ സംസ്കാര ചടങ്ങുകളാണ് പൂർണ്ണമായിരിക്കുന്നത്. ബാക്കി 169 മൃതദേഹങ്ങൾ അല്ലെങ്കിൽ അതിൽ തന്നെ 154 എണ്ണം ശരീരഭാഗങ്ങളാണ്. അതാണ് ഓരോ മൃതദേഹമായി കണക്കാക്കിക്കൊണ്ട് അടക്കം ചെയ്യുന്നത്, സംസ്കരിക്കുന്നത്. സർവമത പ്രാർത്ഥനകൾ നടക്കുന്നു. അതിനുശേഷം സംസ്കാര ചടങ്ങുകളിലേക്ക് കടക്കുന്നു. ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ മരിച്ചവരുടെ ഔദ്യോഗിക കണക്ക് 402 എന്നുള്ളവയാണ്. അതിൽ മണ്ണിനടിയിൽ നിന്നും ചാലിയാറിൽ നിന്നുമെല്ലാം കണ്ടെടുത്തവയിൽ 180ഓളം ശരീരഭാഗങ്ങളാണ് എന്നുള്ള ഉള്ളുലയ്ക്കുന്ന ആ ഒരു യാഥാർത്ഥ്യം കൂടി ഇതിനൊപ്പമുണ്ട്. ഒട്ടും തിരിച്ചറിയപ്പെടാത്ത മൃതദേഹങ്ങളിൽ 8 എണ്ണമാണ് ഇന്നലെ സംസ്കരിച്ചത്. ബാക്കിയുള്ള മൃതദേഹങ്ങളുടെ സംസ്കാരമാണ് ഇന്ന് നടന്നുകൊണ്ടേയിരിക്കുന്നത്. MJ മിഥുൻ ചേരുന്നു. മിഥുൻ, 31 മൃതദേഹങ്ങൾ സംസ്കാര ചടങ്ങുകൾ പൂർണ്ണമായിരിക്കുന്നു. ഇനിയും ഓരോ ഘട്ടമായിട്ട് മൃതദേഹങ്ങൾ അവിടെ എത്തിച്ച ശേഷം എല്ലാ മൃതദേഹങ്ങളും എപ്പോഴത്തേക്ക് മേപ്പാടിയിൽ നിന്ന്, ആശുപത്രിയിൽ നിന്ന് പുത്തുമലയിലെ സംസ്കാര ചടങ്ങ് നടക്കുന്ന സ്ഥലത്തേക്ക് എത്തിക്കും എന്നാണ് അറിയുന്നത്? അപർണ, ഇതിന്റെ കൃത്യമായ ആക്ഷൻ പ്ലാൻ തയ്യാറാക്കുമെന്ന് നേരത്തെ തന്നെ മന്ത്രി വ്യക്തമാക്കിയിരുന്നു. ആദ്യം തന്നെ ഈ ഒരു 31 മൃതദേഹങ്ങൾ എത്തിച്ച് അത് സംസ്കരിക്കുക എന്നുള്ളതായിരുന്നു ആദ്യത്തെ പ്ലാൻ. അത് ഇപ്പോൾ പൂർത്തീകരിച്ചിരിക്കുന്നു. ഒപ്പം തന്നെ ഇനി 158ഓളം ശരീരഭാഗങ്ങളുണ്ട്. അവ കൊണ്ടുപോകുന്നതിനായി ആംബുലൻസ് ഇവിടുന്ന് പുറപ്പെടുകയും ചെയ്തിട്ടുണ്ട്. അവിടുത്തെ നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ചതിന് ശേഷം അത് ഓരോന്നായി ഇവിടേക്ക് എത്തിക്കുക. അതിനുശേഷം വീണ്ടും ഈ ഒരു സംസ്കാരം നടത്തുക. അത് സർവമത പ്രാർത്ഥനയോടുകൂടി ആ ശരീരഭാഗങ്ങൾ ഓരോ കുഴിയിലായി എടുത്തിട്ടുള്ള ഓരോ കുഴിയിലായി അത് അടക്കം ചെയ്യുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. ഒപ്പം തന്നെ ഇതിന്റെ DNA റിപ്പോർട്ടുകളും ഒപ്പം തന്നെ അതിന്റെ രേഖകളും ഉൾപ്പെടെ ഈ ഒരു ഈ ശരീരത്തിനൊപ്പം വെക്കും എന്നും നേരത്തെ മന്ത്രി വ്യക്തമാക്കുകയും ചെയ്തിരിക്കുന്നു. എന്തായാലും വളരെ നൊമ്പരപ്പെടുത്തുന്ന കാഴ്ചയാണ്. അതായത് ആരാണെന്ന് അറിയാൻ കഴിയാത്ത 189ഓളം പേരുടെ മൃതദേഹമാണ്. അതിൽ 158 പേരുടെ ശരീരഭാഗങ്ങളാണുള്ളത്. 31 പേരുടെ മുഴുവൻ മൃതദേഹമാണ് ലഭിക്കുകയും ചെയ്തിട്ടുള്ളത്. ആരാണ് എന്ന് തിരിച്ചറിയാൻ സാധിക്കാതെ പോയ ഈ 189 മൃതദേഹങ്ങളാണ് ഇപ്പോൾ സംസ്കാര ചടങ്ങുകൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, നേരത്തെ കഴിഞ്ഞ ദിവസം 8 പേരുടെ മൃതദേഹം ഈ സ്ഥലത്ത് തന്നെ, ഈ പുത്തുമലയിലെ ഈ പ്രദേശത്ത് തന്നെ അടക്കം ചെയ്തിരുന്നു. ആ സമയത്ത് 9 പേരുടെ മൃതദേഹം അടക്കുന്നതിന് വേണ്ടിയുള്ള ക്രമീകരണങ്ങളായിരുന്നു ഏർപ്പെടുത്തിയിരുന്നത്. എങ്കിൽ പോലും തന്നെ അവസാന നിമിഷം ഈ മൃതദേഹം അതിൽ ഒന്ന് തിരിച്ചറിയാൻ സാധിക്കുകയും അത് പിന്നീട് ബന്ധുക്കൾക്ക് വിട്ടുകൊടുക്കുകയും ചെയ്തു. എന്തായാലും നിലവിൽ നമ്മളിപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ തന്നെ ഇതിന്റെ ക്രമീകരണങ്ങൾ, അതായത് ഈ ഓരോ കുഴിയിടത്തിലും അത് വെക്കുന്നതിന് വേണ്ടിയുള്ള എല്ലാ ശ്രമങ്ങളും ഇപ്പോൾ നടത്തുകയാണ്. ഈ പ്രദേശത്ത് മറ്റ് സ്ഥലത്ത് ഇപ്പോൾ പ്രാർത്ഥന പുരോഗമിക്കുകയാണ്. സർവമത പ്രാർത്ഥനയോടുകൂടിയാണ് ഈ ഒരു ചടങ്ങ് നടക്കുകയും ചെയ്യുന്നത്. എന്തായാലും രാത്രി വൈകിയും, അതായത് ഇന്ന് തന്നെ ഈ ഒരു പ്രവർത്തനം, അതായത് ഈ ഒരു സംസ്കാര ചടങ്ങുകൾ ഇന്ന് തന്നെ പൂർത്തീകരിക്കുമെന്നാണ് മന്ത്രിമാർ വ്യക്തമാക്കിയിട്ടുള്ളത്. കാരണം ഇന്ന് തന്നെ ഇതെല്ലാം ഇത്തരത്തിൽ അഴുകിയ നിലയിലാണ് പല മൃതദേഹങ്ങളും ഉള്ളത്. ഒപ്പം തന്നെ ഈ ഒരു ശരീരഭാവങ്ങളും ഒക്കെ ഉള്ളത്. അതുകൊണ്ട് തന്നെ ഇന്ന് തന്നെ പൂർണ്ണമായും ഇത് അടക്കം ചെയ്യും. അത് എത്ര വൈകിയാലും ഇന്ന് തന്നെ അടക്കം ചെയ്യുമെന്ന് നേരത്തെ തന്നെ അധികൃതർ വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നു. അതിനുവേണ്ടിയുള്ള എല്ലാ സജ്ജീകരണങ്ങളും ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇപ്പോൾ നിലവിൽ നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ തന്നെ Allahu Akbar. Allahu Akbar. Allahu Akbar. Allahumma salli ala Muhammad.
الله أكبر. السلام عليكم ورحمة الله وبركاته. السلام عليكم ورحمة الله وبركاته.